ദേ വരുന്നു നമ്മുടെ കഥാനായിക. വിശക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ അന്ന പാടെ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് ചോക്ലേറ്റ് എടുത്ത് കൊടുത്തു. ഇതൊരു പതിവായി വരുന്നുണ്ട്. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക്. നമ്മുടെ ആ റിൻഡു ആൻഡ് ബാഗിയുടെ നെക്സ്റ്റ് ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്തേ. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അലച്ചിലായിരിക്കും. അത്യാവശ്യം നല്ല ടൈം എടുക്കുന്ന ഒരു ഷോപ്പിംഗ് ആണ് ഇത്. നമ്മുടെ ലാസ്റ്റ് ഷോപ്പിംഗ് ആയിരിക്കും അല്ലേ? ഐ തിങ്ക് സോ. കാരണം കല്യാണത്തിന് അല്ലേ നമ്മൾ അത്യാവശ്യം മാരേജിനുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. ഒന്ന് രണ്ട് ഷോപ്പിംഗ് വ്ളോഗൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്, ഷോർട്സ് ആയിട്ടും അല്ലാതെയൊക്കെ. അപ്പം നിങ്ങൾ കണ്ടില്ലെങ്കിൽ ചെക്കൗട്ട് ചെയ്യുക. അപ്പോഴത്തേക്ക് ലാസ്റ്റ് പാർട്ടായിരിക്കും മിക്കവാറും. സോ നമ്മളിപ്പോൾ ഉള്ളത് ഫോക്കസ് മാളിലാണ്. ഫോക്കസ് മാളിൽ വരുന്ന കാര്യം എന്താ വെച്ചാൽ ഒന്ന് രണ്ട് സാധനങ്ങൾ ഞാൻ നോക്കിയിട്ടുണ്ട്. ചിലപ്പോൾ ഇവിടെ നിന്ന് എടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വാഷ്റൂം പോകണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് ഇവിടുന്ന് സാധാരണ അറിയാലോ, നമ്മൾ ടൗണിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ വാഷ്റൂം തപ്പി എടുക്കുന്നേ നമ്മളെയൊക്കെ ഒരു എന്താ പറയുക അഭയം എന്ന് പറയുന്നത് മാളുകളാണ്. അപ്പൊ അതിന് ഒന്നായിട്ടുള്ള നമ്മളെ കോഴിക്കോട് ഏറ്റവും ഫസ്റ്റ് മാളായിട്ടുള്ള ഫോക്കസ് മാൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തു. അപ്പൊ ഇനി ഇവിടുന്ന് തുടങ്ങിയിട്ട് ഞാൻ ഒരു പെർഫ്യൂമിന്റെ ഒരു ഷോപ്പ് പോകും, IOP അറിയില്ലേ, അവിടെ ഒന്ന് കയറി നോക്കണം. പെർഫ്യൂം ചിലപ്പോൾ അവിടെ നിന്ന് എടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ SM ആയിരിക്കും. പിന്നെ അവിടുന്ന് കുറച്ച് ഷോപ്പിംഗ് കഴിഞ്ഞ് അങ്ങനെ പോവാം. അപ്പം നമ്മളെ കൂടെ എല്ലാ വീഡിയോസും കാണുന്ന പോലെ തന്നെ ഈ വീഡിയോയും ടിൽ ദ എൻഡ് നിങ്ങൾ വാച്ച് ചെയ്യുക. അപ്പം നമുക്ക് കുറച്ചായി നമ്മളൊരു ഫുൾ ലെങ്ത് വീഡിയോ ഒക്കെ എടുത്തത്. ഇപ്പൊ ഇത് അത്യാവശ്യം നല്ല ലെങ്ത് ആവും. അപ്പൊ നിങ്ങളെ പരാതിക്കതോടുകൂടി എന്തായാലും ഭയങ്കര മാരേജിന്റെ തിരക്കുകളാണ്. അപ്പൊ നമ്മൾ പറ്റുന്നിടത്ത സമയത്തൊക്കെ നമ്മൾ ഫുൾ വ്ലോഗ് ചെയ്യുന്നുണ്ട്, ശ്രമിക്കാറുണ്ട്. അതെ. അപ്പൊ നിങ്ങൾ എന്തായാലും ഇതുവരെ 1 month കൂടെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുമിച്ചായല്ലോ. അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാ വീഡിയോസും കാണുന്ന പോലെ തന്നെ ഈ വീഡിയോസും ഫുള്ള് കാണുക. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ വൈബ് തന്നെ ആയിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കയറാം, ഫുൾ ഷോപ്പിംഗ്. ശരി, നമ്മൾ മയ്യോപ്പിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നോക്കി നോക്കാം ഇവിടെ അവസ്ഥ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഇവിടെ റേറ്റ് കൂടുതലാന്ന് പറഞ്ഞിട്ട് നമ്മളെ ഭാവങ്ങൾ നമ്മൾ ഈ ഒരു ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ബൈ 1 and get 1 with 40% അല്ലേ അവരിതിനെടുത്തിട്ടുള്ളത്. നീ അംബാനിയല്ലേ മേടിച്ചോ? അംബാനിയല്ല, ഞാൻ പറയും. അപ്പം നമ്മൾ ഈ ഒരു ഫ്ലേവറാണ് തോന്നുന്നു, ഈ ഒരു ഫ്ലേവറും പിന്നെ ഈ ഒരു ഫ്ലേവറാണ് തോന്നുന്നു. ഏതായാലും നോക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അത് പർച്ചേസ് ചെയ്യും. ഇനി നെക്സ്റ്റ് വേറെ സ്ഥാനങ്ങളൊക്കെ കുറെ എടുക്കാൻ. ആവാലോ കല്യാണം ആയോണ്ടാണ് ഗൈസ്, ഇല്ലെങ്കിൽ ഇപ്പൊ കാണാൻ. മെയിൻലി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഇത് സ്ഥിരമായിട്ട് മയ്യോപ്പിന്ന് മേടിക്കുന്നതല്ല. ഞാൻ മുന്നേ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു തവണ, നമുക്ക് ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട്. പിന്നെ ഞാൻ വിചാരിച്ച് അന്ന് ആ സമയത്ത് പിന്നെ വേറൊരു സാധനം നോക്കി. അപ്പൊ പിന്നെ ഏതായാലും പിന്നെ ഒരിക്കലും ആവാന്ന് വിചാരിച്ചു. ഇനിയിപ്പോ എന്തായാലും നമ്മള് കല്യാണം സാധനം ഉണ്ടല്ലോ, അതായത് പുടവ തരാൻ വരുന്ന സമയത്ത് ബോക്സ് ഒക്കെ കൊണ്ടുവരില്ല, അപ്പൊ അതിനകത്ത് ഇടണതാണ്. അപ്പൊ നമ്മൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ ഇടണ്ടേ. അപ്പൊ അതിനുവേണ്ടി എനിക്കിഷ്ടമുള്ളതുകൊണ്ട് അതെ, ഇനിയും സാധനങ്ങൾ മേടിക്കാനുണ്ട്, ഓർമ്മ വേണം. ശരി, എന്നാ നോക്കാം എന്തായാലും. അപ്പൊ ശരി, നമുക്ക് അടുത്ത സാധനം കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, ഇത് മൈയോപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ പ്രൊമോഷനോ പെയ്ഡ് പ്രൊമോഷനോ ഇതിന്റെ പുറത്തൊരു പ്രത്യേകിച്ച് ഒരു ഡിസ്കൗണ്ട് എനിക്ക് കിട്ടിയിട്ടില്ല, രാവിലെ ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ക്യൂരിയോസിറ്റിന്റെ പുറത്ത് ജസ്റ്റ് ഒന്നത് ഷൂട്ട് ചെയ്ത ഒരു പ്രോസസ്സ് കാണാനുള്ളത്, നിങ്ങളെ കാണിക്കാനുള്ളതായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റിന്റെ പുറത്ത് ഞാൻ ഷൂട്ട് ചെയ്തതാണ്. പിന്നെ ആ ബ്രോക്ക് കുഴപ്പമില്ല, അവർക്ക് ഗൈഡ് ലൈൻസിൽ അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ജസ്റ്റ് ആ ഒരു പ്രോസസ് ഒന്ന് ഷൂട്ട് ചെയ്തു എന്നുള്ളൂ. അത് ജസ്റ്റ് അവര് ഫില്ല് ചെയ്യുന്നതും പിന്നെ അതിൽ പ്രഷർ ചെയ്തിട്ട് ആ ക്യാപ്പ് വെക്കുന്നതായിട്ടുള്ള ആ മെഷീൻ്റെ ഒരു ഇതൊക്കെ. അതുകൊണ്ട് കുഴപ്പമില്ലാത്ത നല്ലൊരു കസ്റ്റമർ ഹാൻഡ്ലിംഗ് ആയിരുന്നു. പിന്നെ അവർക്ക് കസ്റ്റമർ ആണല്ലോ മെയിൻ, അപ്പൊ അതുകൊണ്ട് അവര് റെസ്ട്രിക്റ്റ് ഒന്നും ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്തെന്നുള്ളൂ, വേറെ അല്ലാതെ വേറെ ഒന്നുമില്ല. ഓൾറെഡി അവിടെ 1-2 ഓഫേഴ്സ് റണ്ണിങ് ഉണ്ട്, അതിലൊരു ഓഫർ ഞാൻ അവൈൽ ചെയ്തിട്ടുണ്ട്. അല്ലാതെ എക്സ്ട്രാ എനിക്കൊരു ഡിസ്കൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഈ വീഡിയോ പുറത്തൊന്നും കിട്ടിയിട്ടില്ല. കിട്ടിയാലും ഞാൻ മേടിക്കില്ല, കാരണം അത് അങ്ങനെ ചെയ്യുന്നതിനോട് വലിയൊരു യോജിപ്പില്ലാത്ത ഒരാളാണ്. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതെന്തും മറിമായും
എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം. അപ്പൊ നമ്മൾ ഇവിടുന്ന് 2 പെർഫ്യൂം എടുത്തു. അവർക്ക് ഒരെണ്ണം എനിക്ക് ഒരെണ്ണം. കോംബോ മീൻസ് ഒരെണ്ണം എടുക്കുമ്പോൾ മറ്റൊരെണ്ണത്തിന് 40 ഓഫ് ഉള്ള ഒരു ഇതുണ്ട്. അങ്ങനെ 2 ഓഫർ, ബൈ 2 ആൻഡ് ഗെറ്റ് 1 ഫ്രീ. അതുകൊണ്ട് നല്ല ഫ്ലേവറാ. ഓക്കെ, അപ്പൊ അവർക്ക് ഇഷ്ടമായ ഒരെണ്ണം അവളെടുത്തു, എനിക്ക് ഇഷ്ടമായ ഒരെണ്ണം ഞാനും എടുത്തു. അങ്ങനെ പിന്നെ ബ്രോ നമ്മുടെ സബ്സ്ക്രൈബറായി. നമ്മള് ബില്ല് വാട്സപ്പിൽ അയക്കാറുണ്ട്. അപ്പൊ നമുക്ക് അവിടുന്ന് ഒരു സാധനം ഇഷ്ടമായി, അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല സർവീസ് ആയിരുന്നു. ഞാൻ വീഡിയോ എടുത്തല്ലേ. ഇതേ ഐസ്ക്രീമിന്റെ കട ഉണ്ട്. ശരി, ഇവിടുന്ന് ഇറങ്ങാം, അതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. ഇവിടുന്ന് ഇറങ്ങാം, നമ്മൾ കുറച്ചുകൂടെ ടയേർഡ് ആകുമ്പോൾ കഴിക്കുന്നതൊക്കെ ഒന്നാണ്. പിന്നെ ഇനിയിപ്പോൾ എന്തായാലും സാധനങ്ങൾ വാങ്ങാനില്ല. നമുക്ക് ഏതായാലും ഇവിടുന്ന് ഇറങ്ങാം. ഓക്കെ ഓക്കെ. എനിക്ക് വിശക്കുന്നു. 11:30. ഐസ്ക്രീം സാരല്ല, കുറച്ചുണ്ട് കഴിക്കാൻ. എനിക്ക് തല വേനയ്ക്കും. ശരി, നമുക്ക് അവിടേക്ക് ഇറങ്ങാം. അപ്പോഴത്തേക്ക് ഒന്നുകൂടെ നോക്കും, നമുക്ക് തുടങ്ങിയിട്ട് കഴിക്കാം. ഓക്കെ, ഇവിടെ നിന്ന് ഇറങ്ങാം. പൊരിഞ്ഞ വെയിലാണ്, ബട്ട് സ്റ്റിൽ ആൾക്കാരുണ്ട്. എന്തല്ലേ, നീ മിഠായി തെരുവിൽ ഷോപ്പിങ്ങിന് ഫസ്റ്റ് ടൈം അല്ലേ? മിഠായി അപ്പൊ എന്തായാലും പൊരി വെയിലത്തുള്ള ഷോപ്പിംഗ് എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. ഓക്കേ, ആരാ കൂടുതൽ ടൈം കൊടുത്ത്? അന്ന് കൊറേ ടൈം എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇവളെടുത്ത് കൂട്ടിയതാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഡ്രസ്സ് എടുത്തു, അവക്കുള്ള കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുത്തു, ചെരുപ്പൊക്കെ ഓൾറെഡി നമ്മൾ എടുത്തു. നല്ല വെയിലാണ് ഗൈസ്. പിന്നെ അവിടുന്ന് നമ്മള് ഇത് പെർഫ്യൂമൊക്കെ ഓൾറെഡി പർച്ചേസ് ചെയ്തതാണ്. പിന്നെ അങ്ങനെ ഇവിടുന്ന് അത്യാവശ്യം നല്ല രീതിയിൽ പൊടി പൊടിച്ചെടുത്തു. ഇനിയിപ്പോ കുറച്ച് ഡെയിലി വെയർസ് എടുക്കാനും ഫാൻസി ഐറ്റംസ് ഒക്കെ എടുക്കാനുണ്ട്. അപ്പൊ അതിന്റെ മുന്നേയായിട്ട് ഫുഡ് കഴിക്കാനായിരിക്കും. അത്യാവശ്യം നല്ല രീതിയിൽ ടയേർഡായി, നല്ല വെയിലും. പിന്നെ സത്യം പറഞ്ഞാല് നല്ല റഷ് ഉണ്ട്. വെയിലാണ് നമ്മുടെ അല്ലേ, റഷിന് ഒരു കുറവില്ലല്ലേ. അത് ശനി ഞായറും അല്ലേ, നല്ല നോയ്സ് ഉണ്ട് അവിടെ. അപ്പൊ എന്തായാലും നമുക്കിനി ഫുഡ് കഴിക്കാൻ പോവാം. ഫുഡ് കഴിച്ചിട്ട് ബാക്കി ഡെയിലി നമുക്ക് ഇവിടുന്ന് കഴിക്കാല്ലേ, നോക്കാം. ഡെയിലി വെയർസും പിന്നെ ഫാൻസിയും കൂടെ എടുത്തിട്ട് ഷോപ്പിംഗ് പൂർത്തിയാക്കാന്ന് വിചാരിക്കും. വയ്യാണ്ടായി. ഓ, ഇങ്ങനെ തന്നെ ഞങ്ങളെ ഷോപ്പിംഗ്. പെണ്ണുങ്ങളെ കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാണ്. കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാരും, പെണ്ണുങ്ങളെ ഷോപ്പിംഗ് എങ്ങനെയാണെന്നുള്ളത്. നല്ല അതിന്റെ ഒരു ട്രോൾ ചെയ്യണ്ടല്ലോ ആരൊക്കെ. ഇപ്പൊ എന്തായാലും നമുക്ക് ഇവിടുന്ന് ഇനി നേരെ ഫുഡ് കഴിക്കാം. അതെ, അധിക ദൂരത്തേക്ക് പോകണ്ട നമുക്ക്, കാരണം അങ്ങോട്ടേക്ക് തന്നെ പോകണ്ടേ. ഇപ്പൊ ഫുഡ് കഴിച്ചിട്ട് വരാം അല്ലേ? ഓക്കേ. ഇങ്ങനത്തെ ഒരു ഭരണിയിലെ വില ഇവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. ഇവിടുന്ന് ഫുഡ് കഴിക്കാനുള്ള സ്ഥലം നോക്കട്ടെ. ബിരിയാണി ഒരു ഷോപ്പ് ഉണ്ട് ഇവിടെ, ബിരിയാണി ചിക്കൻ കട. നോമ്പായതുകൊണ്ട് അവിടെ ഷോപ്പ് ഉണ്ട്, അതാണ് സീൻ. ഇനിയിപ്പോ അടുത്ത ഷോപ്പ് കണ്ടിരിക്കണം. അയ്യോ, സീൻ സീൻ നല്ല ചൂടും നടന്ന് നടന്ന് സീനായി. ഈ അടുത്ത സ്ഥലം കണ്ടിരിക്കാം അല്ലേ? എന്റെ ഐഡിയ ആയിപ്പോയി. നിന്റെ ഐഡിയ നിന്നെ ഞാൻ കൊന്നേനെ പട്ടി. അടുത്ത സ്ഥലം എവിടെയെങ്കിലും നോക്കാം. അതായിരിക്കും നന്നാവാം. അങ്ങനെ നടന്ന് തളർന്നു ഗൈസ്. ഒന്നും പറയാനില്ല, എന്റെ റീലൊക്കെ പോയി. അല്ലടോ, വെയിലില്ലാന്നുണ്ടെങ്കിൽ മുട്ടായി തെരുവ് ഇറ്റ്സ് ഓക്കെ. പക്ഷെ നോമ്പായിട്ട് തുറക്കണില്ലേ, ഇതാണ് അവസ്ഥ. പിന്നെ നല്ലൊരു ക്ലൈമറ്റ് ആണ്. ഞാൻ രാവിലെ വരുമ്പോഴൊക്കെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അപ്പൊ പിന്നെ പറയാൻ അപ്പൊ നോമ്പാലത്ത് പുറത്തിറങ്ങുമ്പോൾ ഫുഡ് കഴിക്കാനുള്ള സ്ഥലം, അതും റമദാൻ സമയത്ത് തുറക്കുന്ന ഒരു സ്പോട്ട് കൺഫേം ആക്കിയതിന് ശേഷം മാത്രം പുറത്തിറങ്ങുക, അല്ലെങ്കിൽ ഈവനിങ് പുറത്തിറങ്ങുക. അപ്പം രാവിലെ ഇറങ്ങുമ്പോൾ ഇതാണ് അവസ്ഥ. ഈവനിങ് പിന്നെ 6:15 നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം തുറക്കും. അല്ലാത്ത പക്ഷം
ഇതാണ് അവസ്ഥ. അപ്പൊ തൽക്കാലം ഈ ഒരു സ്നാക്സിന്റെ സ്ഥലത്ത് കയറിയിട്ട് ജ്യൂസും കുടിച്ച് സ്നാക്സും കഴിച്ചിട്ട് ഇല്ല, എന്നിട്ട് ഇവിടുന്ന് ബാക്കി ഷോപ്പിംഗ് കൂടെ കഴിഞ്ഞിട്ട് ഹാപ്പി. അപ്പൊ ഏതായാലും നമുക്ക് കഴിക്കാം. കഴിച്ചു കഴിഞ്ഞു. ഹൗ ഡു യു ഫീൽ? അതെന്താ ഇപ്പൊ ഓക്കെ ആയില്ലേ? ഇപ്പൊ വലിയ കുഴപ്പമില്ല. ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോ ഏകദേശം ഓക്കെയാണ്. ഇനിയിപ്പോ ഇവിടെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്ത ആ ഡ്രസ്സ് മേടിക്കുക, പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി കുറച്ച് ചില സാധനങ്ങളും എടുക്കുക, പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങാന്ന് വിചാരിക്കും. പിന്നെ അതിന്റെ ഇടയ്ക്കുന്ന വിശക്കാണെങ്കിൽ കഴിക്കുക. ഇവിടുന്ന് വെള്ളം വാങ്ങണ്ടെന്നല്ലേ നോക്കാം. ദാഹിക്കാണ് എന്താ കുടിക്കാം. മെയിൻലി ഇപ്പൊ നല്ല ഡീഹൈഡ്രേറ്റ് ആവും, നല്ല വെയിലല്ല, അതാ ഞാൻ പറഞ്ഞു. നോക്കാൻ വരും. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടുന്ന് നല്ല ചലിക്കാം. ആഫ്റ്റർ ഓൾ ദാറ്റ് കഴിഞ്ഞു. ഒരു 15 പറയാനായില്ല. ഇനി എന്തൊക്കെയാ വാങ്ങണ്ടെന്ന് പറയണത്. അപ്പൊ എന്തായാലും പർച്ചേസ് അവസാനത്തെയാണ്. ഇനി വയ്യ, നടന്ന് സത്യം അല്ലേ? എന്തിനു പറയാ, രജിസ്റ്റർ മാരേജ് അല്ലെങ്കിൽ വേറൊരു ചെയ്തത് സത്യം. എന്താ കാര്യം എന്നറിയോ, നമ്മൾ ഈ കല്യാണത്തിന് വേണ്ടിട്ട് എന്തോരം പൈസ ചെലവാക്കുന്നത്. പർച്ചേസ് ഷോപ്പിങ്ങിന് തന്നെ വേണം ഒരു 10-20 20 ഒന്നിന്റെ മേലെ പോകും എല്ലാരും പർച്ചേസും കൂടെ വരുമ്പോ. അങ്ങനെ സാധനം അതിലും ഭേദം ഇപ്പഴാ മനസ്സിലാണ് എന്താ ആൾക്കാർ രജിസ്റ്റർ മാരേജ് ചെയ്യുന്നത്. മീൻസ് ഇതുപോലെ ഇങ്ങനെ ഓരോന്ന് ചെയ്യണം, അങ്ങനെ ആക്കണം, ഇങ്ങനെ അതൊന്നും ഇല്ലാണ്ട് സമ്മതിക്കണട്ടാ. എന്താ ഒരു വില. അടുത്ത മാസത്തെ ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് ഞങ്ങൾ ഇതാ വരുന്നു. ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞപ്പോ എന്റെ ടെക് ചാനൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. ടെക് ചാനലിന്റെ ലിങ്ക് ഞാൻ ഇൻഫോയിലോ ഡിസ്ക്രിപ്ഷനിലോ കൊടുത്തതാണ്. ഞാൻ ക്രെഡിറ്റ് കാർഡിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതെല്ലാവരും ചെക്കൗട്ട് ചെയ്യുക. എല്ലാവർക്കും ഉള്ള ഒരു ഗുണപാഠാണിത്. പിന്നെ കല്യാണം കഴിക്കാൻ പോണവര് മാക്സിമം രജിസ്റ്റർ മാരേജ് ചെയ്തിട്ട് റിസപ്ഷൻ മാത്രം വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്റെ അഡ്വൈസ് ഇവളെ അഡ്വൈസ് ചെയ്തതാണ്. ബാക്കി പിന്നെ വീട്ടുകാരെ തീരുമാനം പോലെ ഇരിക്കും. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു ജേർണിയിൽ ഞങ്ങള് എത്തിയ ഒരു ഗുണപാഠം അതാണ് അല്ലേ. അപ്പൊ എന്തായാലും ഇവിടെ പർച്ചേസ് കഴിഞ്ഞ് ഇനിയിപ്പോ നേരെ ഈ സാധനങ്ങളൊക്കെ ഒന്നുകിൽ അച്ഛന്റെ കടേന്റെ അവിടെയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് എത്തിച്ച് ഇത് ലാൻഡ് ചെയ്തിട്ട് പിന്നെ ഒരു ചെറിയ പരിപാടി. എല്ലാരും കല്യാണം വളരെ ലളിതമാക്കുന്നതോ അല്ലെങ്കിൽ ഒരു ചടങ്ങും ഇല്ലാതെ വെറുതെ ഇങ്ങനെ എന്താ പറയാ, ജസ്റ്റ് പേരിനൊരു ഇത് മാത്രം അങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. അതിന്റെ കാര്യം എന്താ, ഇത്രയും ചെലവ് വരുന്നൊരു സംഭവം വേറെ ഇല്ല. എസ്പെഷ്യലി ഇൻ കേരള. ഇവിടുത്തെ ഈ ട്രഡീഷണൽ സാധനങ്ങൾ ഫോളോ ചെയ്യുന്നവർക്ക് നല്ലൊരു ലയബിലിറ്റി ആയിട്ട് മാറും കല്യാണം കഴിയുമ്പോഴത്തേക്ക്. ആ ചെലവ് ലോൺ എടുക്കേണ്ട ഒരു സത്യം പറഞ്ഞാൽ അതെ നല്ലൊരു ചെലവാണ്. അപ്പൊ എന്തായാലും ഇനിയിപ്പം ഇതൊക്കെ ഒരു സൈഡിൽ എത്തിച്ചിട്ട് ഇവിടുന്ന് ഒരു ചെറിയ പരിപാടി ഉണ്ട്, അവിടേക്ക് പോകണം. അതിന്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാൻ പറ്റുമോ നമ്മുടെ സമാധാനമായിട്ട്. അപ്പൊ ശരി, ഇവിടുന്ന് ഇറങ്ങാൻ. ബൈ. സാധനങ്ങളൊക്കെ കൊണ്ട് ബൈക്കിന്റെ മേലെ പോണം. ഒട്ടും വൈകാതെ ഒരു കാർ എടുക്കേണ്ടിയിരിക്കുന്നു. ഗൈസ്, എനിക്കൊരു ഉപദേശം തരാനുണ്ട്. ഇതല്ലേ ഇപ്പൊ എത്ര നേരം ചെയ്തുകൊണ്ട് ഇനി എന്ത് ഉപദേശം? സത്യം, കല്യാണമൊക്കെ കഴിച്ചോളൂ, പക്ഷെ ചടങ്ങോടുകൂടി ഒന്നും ആരും നടത്തണ്ട. ജസ്റ്റ് ഒരു ഒപ്പിടുക, രജിസ്റ്റർ ചെയ്യാ, തീർന്ന്. അത് മതി, വേറെ ഒന്നും വേണ്ട. അയ്യോ, ചെലവുകൾ ആലോചിച്ചാലുണ്ടാവില്ല, ഒരു അറ്റുണ്ടാവില്ല ഇതിന്. ചെലവ് ഇങ്ങനെ നീണ്ട് കിടക്കണോ, ഇങ്ങനെ നിർത്താതെ ചെലവുകളാണ് കല്യാണത്തിന്റെ പേരില്. അത് മേടിക്കുക, ഇത് മേടിക്കുക, ആ ചെലവ്, ഈ ചെലവ് എല്ലാം കൂടെ ഒത്തു നോക്കുമ്പം നല്ലൊരു റിസപ്ഷൻ നടത്തിയിട്ട് പിന്നെ ഒരു വലിയൊരു ഫോറിൻ ഹണിമൂൺ നടത്താനുള്ള കാശ് ഇതിലേക്കുണ്ട്. ഈ പൈസ കൊണ്ടൊക്കെ ഈ നമ്മൾ ഈ പർച്ചേസ് ചെയ്യണതിന്റെയും അല്ലെങ്കിൽ ഹാളിന്റെ പൈസ, അല്ലെങ്കിൽ മേക്കപ്പിന്റെ പൈസ, ഫോട്ടോഗ്രാഫിന്റെ പൈസ, ഇതൊക്കെ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ നല്ലൊരു ഫോറിൻ ട്രിപ്പ്, ഹണിമൂണൊക്കെ എന്ത് ചെയ്യാം, പറഞ്ഞിട്ട് കാര്യമില്ല. വീട്ടുകാരും അതുപോലെ തന്നെ ആവണ്ട, ആ ഒരു മെന്റാലിറ്റി ആണെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഇപ്പൊ നമുക്കിപ്പോ മനസ്സിലായല്ലോ. ശരി, അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ നൈസായിട്ട് നമ്മൾ ഇറങ്ങാട്ടോ. ഇങ്ങനെ പോണം. അയ്യോ, എന്താ ഒരു ചൂട്.